അപ്പൊ ഞാൻ നമ്മുടെ 7 days of vlogging സെക്കൻഡ് ഡേ ആണ് കേട്ടോ. സെക്കൻഡ് ഡേയുടെ സമയം കണ്ടിട്ട് ആരും ഞെട്ടണ്ട. ആക്ച്വലി ഇന്നലെ നമ്മൾ പോയിട്ട് വന്നിട്ട് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. തീരെ ഉറങ്ങിയിട്ടില്ല വെച്ചാൽ സമയം വന്നത് എല്ലാവരും കണ്ടാണ് 5 മണിക്കാണ് നമ്മൾ റൂമിലെത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി എല്ലാം അടുക്കി പറക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ 5:30 കഴിഞ്ഞല്ലേ അഫീസ്? 5:30 കഴിഞ്ഞിട്ടോ. അപ്പൊ അത്രയും ലേറ്റ് ആയിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഉറക്കവും ശരിയായിട്ടുണ്ടായില്ല. ഞങ്ങൾ ഇന്ന് എക്സ്പോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചാട്ടോ. ഇന്ന് എക്സ്പോയ്ക്ക് പോകണം. അപ്പോൾ രാവിലെ എണീറ്റ് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എക്സ്പോയ്ക്ക് പോകാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ നമുക്ക് നല്ല ക്ഷീണമായതുകൊണ്ട് എക്സ്പോ നമുക്ക് നെക്സ്റ്റ് വീക്കിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ അഫീൻ അവിടെ കിടന്ന് ഉറങ്ങി അഫീൻ ഇപ്പോഴാണ് എണീറ്റ് വന്നത്. എന്താ അപ്പൊ അവിടെ കിടന്ന് ഉറങ്ങി അപ്പൊ ഇങ്ങനെ ഫുൾ ടൈം ഉറക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പൊ 7 മണിയായിട്ടുണ്ട് കേട്ടോ സമയം. ഇതുവരെ റൂമിൽ തന്നെ ആയിരുന്നു. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി, ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കി, അതൊക്കെ കഴിച്ച് അങ്ങനെ റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇരുന്നു. ഇപ്പൊ ഇറങ്ങിയതല്ല കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് പുറത്തു പോണത്. ഈ ഒരു മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ ഭയങ്കര ക്രൗഡഡ് ആണല്ലേ. ഫുൾ ഇങ്ങനെ ആളുകളും വണ്ടികളും ഒക്കെ ആയിട്ട് ആകെ മൊത്തം ബഹളാട്ടോ ഇവിടെ. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് തന്നെ റോള മാർക്കറ്റിലാട്ടോ വന്നിട്ടുള്ളത്. റോള മാർക്കറ്റിൽ നമ്മൾ അന്ന് വന്നിട്ടുണ്ടായില്ലേ ബെഡ്ഷീറ്റൊക്കെ വാങ്ങാനായിട്ട് ആ സ്ഥലത്താട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെന്ന് തോന്നിട്ടോ. കുറേ പേരൊക്കെ എനിക്ക് അന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എത്താണെങ്കിൽ പറയണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രതീക്ഷിക്കാണ്ട് ഇറങ്ങിയോണ്ട് ആരോടും പറയാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ പറയുക, ഞങ്ങളുടെ ബാൽക്കണി ഉണ്ടല്ലോ, ബാൽക്കണിയിൽ നമുക്ക് ഷീറ്റ് ഇടാമെന്ന് വിചാരിക്കാം കേട്ടോ. അതായത് മറ്റേ നമ്മുടെ ഫ്ലോറിലൊക്കെ ഇടുന്ന ആ ഒരു ഷീറ്റില്ലേ, എന്താ അതിന് പറയുക, ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അത് ഇടാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം വാങ്ങുമ്പോൾ. അപ്പോൾ അതന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കിച്ചണിലോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടി വാങ്ങണം. നമ്മുടെ ബാൽക്കണിയിൽ അതൊക്കെ ഇട്ട് ബാൽക്കണി ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിക്കുകയാണേ. ഇവിടെയുള്ള ഷോപ്പിലൊക്കെ ഈ ഒരു ബെഡ്ഷീറ്റ് അതുപോലെ കുറേ ക്ലോത്ത് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫുള്ളിങ്ങനെ ഹോൾസെയിൽ പ്രൈസിലാണ് എല്ലാം ഉള്ളത്. ഈ ഒരു ഷോപ്പിലൊക്കെ നോക്കിയാൽ 7, 10, 5 ആ ഒരു പ്രൈസിലൊക്കെ ആട്ടോ. ഇതാണ് കേട്ടോ സാധനം. നമ്മൾ അന്ന് വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ ഒരു ടൈപ്പാണ്. നമ്മുടെ കിച്ചണിലെ ഫ്ലോറിൽ ഈ ഒരു സംഭവമാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. മിക്കവാറും അതേപോലെ തന്നെ ആട്ടോ വാങ്ങണേ. കാരണം ആ ഒരു ബാൽക്കണിയിൽ കുറച്ച് ഭാഗത്ത് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷീറ്റിന് 10 dirhams ആണ് കേട്ടോ പെർ മീറ്ററിന്. നമുക്കപ്പോൾ ഒരു 2-2.5 മീറ്ററോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട്. നമ്മുടെ കിച്ചണിൽ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് ഇത് വാങ്ങാൻ വന്നപ്പോൾ ഞാനില്ലായിരുന്നു. അഫി ഒറ്റയ്ക്കായിരുന്നു കേട്ടോ അന്ന് വന്നിട്ടുണ്ടായേ. അതെവിടെ ഇടാൻ ഇവാക്ക്? എവിടെ ഇടാനാ? ഇവാക്ക് റൂമിൽ തരണം എന്നാട്ടാ പറയണേ. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ ഒരു ഷോപ്പിൽ ഫുള്ള് കേർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ബ്ലാങ്കറ്റ്സ്, നമ്മുടെ ഫ്ലോ മാറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ എല്ലായിടത്തും. എല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെ കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ഷാർജയിലുള്ള പെറ്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ബേർഡ്സ് ആൻഡ് ആനിമൽസ് മാർക്കറ്റ്. ഇവിടെ ഫുള്ള് തന്നെയാണല്ലോ. അറ്റം വരെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. എലിയെ പോലെ ഉണ്ടല്ലോ. ഇതെന്താ സാധനം? നല്ല ഭംഗിയുള്ള വൈലി. ഇവിടെ നോക്കിയേ പല്ലി കേട്ടോ. പല്ലി, കറുത്ത പല്ലി. ഇവർക്ക് തവണ വാങ്ങിത്തല്ലേ? വാങ്ങിത്തരാനാ? ഇവാണ് അതിനെടുത്തോണ്ട് ഓടാൻ നിൽക്കാണ്. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഇങ്ങനെ ക്രൗഡഡ് ആയതുകൊണ്ട് ഒരുപാട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് മയില്, എന്താ പറയുക, നമ്മുടെ നാട്ടിലൊന്നും വിൽക്കാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വിലയൊന്നും ചോദിച്ചില്ല. ഞങ്ങൾക്ക് എന്തായാലും ഫിഷിന് വാങ്ങണം കേട്ടോ. ഇവാക്ക് കുറച്ച് ഫിഷിന് എന്തായാലും വാങ്ങണം. അപ്പോൾ ഇപ്പം ഞങ്ങൾ നേരെ റൂമിലേക്കല്ല പോകണം. നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇനി പതിയെ റൂമിലെത്തുള്ളൂ.
ഞങ്ങളിപ്പോൾ സഫാരി മാളിലാണ് ഉള്ളത്. അഫിക്ക് ഓഫീസിലിരുന്ന ഷൂ ചീത്തയായി പോയി. അപ്പോൾ അഫി വൈബിനോട് ഭയങ്കരമായിട്ട് ഷൂ അന്വേഷണമാണ് കേട്ടോ. ഷൂ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും കൂടിയിട്ട്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ വന്ന് ഇരിക്കുക കേട്ടോ. അവിടെ നിന്ന് ഷൂ ഒന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ലുലുവിൽ വന്നിട്ടുണ്ട്. അഫി കുറേ നേരമായിട്ട് ഇങ്ങനെ ഇവിടെ കിടന്ന് വട്ടം കറങ്ങാണേ. ബ്ലാക്ക് തന്നെ വേണം കേട്ടോ, വേറെ കളറൊന്നും പറ്റൂല. കിഡ്സിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്കിത് ഈ ഷൂസൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഷൂ, ഇത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. റൈറ്റ് കേട്ടോ. ഏത് ഷൂ? ഇത് തിരിച്ചാണല്ലോ ഇട്ടേക്കണ്ട്. ഇതുവരെ ഷൂ ഇടാൻ പഠിച്ചിട്ടില്ല ഇവ. അയ്യോ. അങ്ങനെ മണിക്കൂറുകളുടെ തെരച്ചിലിനൊടുവിൽ അപ്പോൾ ഒരു ഷൂ വാങ്ങിയിട്ടുണ്ട്. അവിടെ പൊളി ഷൂ ആണല്ലോ. ഇഷ്ടായോ? അഴുക്കാക്കോ വൈറ്റ് വാങ്ങിയാല്? അപ്പൊ ചെറുതായിട്ടൊന്ന് ഡിസിഷൻ മാറ്റിയിട്ടുണ്ട് കേട്ടാ. മറ്റേ ഷൂ കുറേ മണിക്കൂറുകൾക്കൊടുവിൽ എടുത്തിട്ടുണ്ടെങ്കിലും അവസാനം എന്താ വേറെ ഷൂ കണ്ടപ്പോൾ ഇതല്ലേ നല്ലതെന്ന് ചോദിച്ചുകൊണ്ട് നിൽപ്പണ്ട. സാധാരണ പെൺപിള്ളേരാട്ടാ ഇങ്ങനത്തെ പ്രശ്നമുള്ളത്. ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ വെറുപ്പിച്ച് അവരൊക്കെ ഇപ്പൊ ഞങ്ങളെ കാണുമ്പോ ഓടാ. സൈസ് സെയിം ആണെന്ന് തോന്നുന്നു. എപ്പോഴും അപ്പൊ ഇങ്ങനത്തെ ഷൂ ആണ് എടുക്കാറുള്ളത്, ലേസ് ഉള്ളത്. പ്രാവശ്യം വേണമെങ്കിൽ ഒന്ന് മാറി ട്രൈ ചെയ്തോളൂ. എല്ലാം ഇവ എടുത്ത ഷൂവാ. ഇത്രയും ഷൂ ആണ് വാങ്ങണേ. ഇവ ഉറങ്ങാണ്. ഇവ ആഗ്രഹിച്ച് ബീച്ച് വന്നു കേട്ടാ. ഇവിടെ വന്നപ്പോ തൊട്ട് ഇവാക്ക് ബീച്ചിൽ പോണോന്ന് പറഞ്ഞിട്ട് ബീച്ച് കണ്ടപ്പോ ഇവ ഉറങ്ങി. ഇപ്പൊ ഞങ്ങളുള്ളത് ഒരു ബീച്ചിലാണ്. ബീച്ചിന്റെ പേര് എന്താണെന്ന് അറിയില്ല. ഞങ്ങളുടെ റൂമിന്റെ അടുത്തുനിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ വരമ്പുള്ള ഒരു ബീച്ചാട്ടോ. ഇവിടെ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ബീച്ചിൽ പോകണം എന്ന് ഇവ പറയാറുണ്ട് കേട്ടോ. പക്ഷേ ബീച്ചിൽ പോകാൻ മാത്രം ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ടായില്ല. സമയം എന്നല്ല, നമ്മൾ ബീച്ചിൽ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ അതാ ഇപ്പോൾ ബീച്ചിൽ എത്തിയപ്പോൾ ഇവാണെങ്കിൽ ഉറങ്ങിപ്പോയിട്ടാ വണ്ടിയിരുന്ന്. എന്തായാലും ഒന്ന് ബീച്ച് കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് റൂമിലേക്ക് പോവാണേ. ഇവിടെ ഫുള്ളിങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഫെസ്റ്റിവൽ ഒന്ന് നടക്കാൻ തോന്നുന്നു. അവിടെ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ബീച്ച് ചെറിയ ബീച്ച് കേട്ടോ. അതായത് നമ്മൾ റോഡിൽ നിന്ന് ബീച്ചിലേക്ക് അധികം ദൂരമൊന്നുമില്ല. ജസ്റ്റ് ഒരു 10 സ്റ്റെപ്പ് നടന്നാൽ തന്നെ ബീച്ച് എത്തും കേട്ടോ. ബീച്ചല്ല, കടല്. അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ആ കടലിൽ കടപ്പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബീച്ചാട്ടോ, ചെറിയ ബീച്ച്. പിന്നെ എന്തായാലും നമുക്കൊരു ദിവസം വരണം, നേരത്തെ വരണം. ഇവാക എന്താ പറയുക, ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീറ്റുകൊണ്ട് റിലേ പോയിട്ടിരിക്കുക കേട്ടോ. ഇവാക്ക് ബീച്ച് കണ്ടിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് ബീച്ച് കണ്ടിട്ട് ഇവ ഇങ്ങനെ നിങ്ങാണ്ട് നിൽക്കണേ. ഒന്നും കളിക്കണമെന്നൊന്നും പറയണില്ല കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങളിനി പോയിട്ട് വേറൊരു ദിവസം നല്ല ലൈറ്റൊക്കെ ഉള്ള സമയത്ത് ബീച്ചിൽ വന്നിട്ട് ഇവക്കുട്ടി കളിക്കും കേട്ടോ. ഇവക്കുട്ടി ടോയ്സ് ഒക്കെ ആയിട്ട് വരും കേട്ടോ ബീച്ചിൽ കളിക്കാനായിട്ട്. ഇവിടെ ഫുള്ളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളും കുറേ ഇങ്ങനെ പിള്ളേർ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ കുറേ ഇങ്ങനെ റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ കളിക്കാൻ പറ്റും. പക്ഷെ ഇവ കളിക്കാനാ ചിലപ്പോൾ കരയും കേട്ടോ. ഇവക്ക് ഇപ്പം നല്ല മൂടല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കരയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിണക്കമാണോ എൻ്റെ അടുത്ത്? ഐസ്ക്രീം കിട്ടാത്തതിനാണോ? നമ്മള് പുറത്ത് പോകുമ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ബീച്ചാണേ. നമുക്ക് ഈവനിങ്സിലൊക്കെ വന്നിട്ട് ഇരിക്കാം. ഫിനി എന്താ ഇത്? യോ ഇവ ഇത്രയും വെയിറ്റും കൊണ്ട് ഇവ പോണ ഇനി. കമോൺ പൊക്കോളൂ, കേറി വാ. 2 ആളുകൾ ഇവിടെ വന്ന് ഇരിപ്പുണ്ടേ. ഇവിടെ എന്താ പരിപാടി?
ഹലോ എക്സ്ക്യൂസ് മീ, ഇവിടെ എന്താ പരിപാടി? ഞാനിവിടെ കിച്ചണിൽ ചെറിയൊരു കുക്കിംഗ് ആണ്. അതായത് ഇവാക്ക് ജസ്റ്റ് ന്യൂഡിൽസ് ഉണ്ടാക്കാണ്. നമ്മൾ ഇന്നലെ ഫുള്ള് ചിക്കനൊക്കെ അടിച്ചുകൊണ്ട് ഇന്ന് ചിക്കൻ കഴിക്കാനും തീരെ മൂടില്ല കേട്ടോ. അല്ലെ ഞങ്ങൾ എന്നും വൈകിട്ട് ചിക്കനൊക്കെ കഴിച്ചിട്ടാണ് വരാറുള്ളത്. അപ്പൊ ഇന്ന് നമ്മള് 2 ഷവർമ വാങ്ങിയിട്ട് ഒഴിവാക്കിട്ടാ. അപ്പൊ ഇവാക്ക് ഇപ്പൊ ഷവർമ ഒന്നും കഴിക്കില്ല. അപ്പൊ ഇവാക്ക് ജസ്റ്റ് ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അതാണ് ഇപ്പൊ കഴിക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാം. ഇയാൾ 2 ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കും കേട്ടോ. ഇവർ 2 ആളിങ്ങനെ ഇവിടുത്തെ സ്ഥിരം കുട്ടികളാണ്. അപ്പൊ ശരി കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ നാളെ വരും. നാളെ കാണാം. ബൈ ബൈ പറഞ്ഞോളൂ. ബൈ.